ഇന്ന് നമ്മൾ വളരെ സ്പെഷ്യലായിട്ടുള്ള, വളരെ കളർഫുള്ളായിട്ടും, വളരെ യുണീക്കായിട്ടുമുള്ള ഒരു മരത്തിനെക്കുറിച്ചാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. നിങ്ങളിപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന ഈ മരം വെറും മൊട്ടിട്ടിട്ടുള്ളൂ. അപ്പോൾ ഇത് മൊത്തം കൂടി കൊണ്ട് പൂത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മരം മൊത്തം കൊണ്ട് പൂത്ത് വെക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ താഴെ തൊട്ട് മുകളിൽ വരെയും പൂക്കളായിരിക്കും. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, വളരെ യുണീക്കായ ഒരു ഫ്ലവറിങ് ട്രീ ആണ് ഈ നാഗലിംഗ മരം. ഇതിനെ ഇംഗ്ലീഷിൽ കോമൺ ആയിട്ട് വിളിക്കുന്നത് കാനൺ ബോൾ ട്രീ എന്നാണ്. അതായത് പീരങ്കിയുടെ ഉണ്ടകൾ പോലെയുള്ള ഈ കായ്കൾ ഇതിനുള്ളത് കൊണ്ടാണ് കാനൺ ബോൾ ട്രീ എന്ന് പറഞ്ഞൊരു പേര് വീണത്. ഇതിൻ്റെ വലിയ ബ്രൗൺ നിറത്തിലുള്ള കായ്കളും ഈ വീഡിയോയിൽ തന്നെ നമ്മൾ കാണിക്കുന്നുണ്ട്. അതായത് ഈ വൃക്ഷത്തിൽ തന്നെ ഇഷ്ടംമാതിരി കായ്കളും കിടപ്പുണ്ട്, ഒരുപാട് ഫ്ലവേഴ്സും ഉണ്ട്, മുട്ടുകളുണ്ട്. അങ്ങനെ എല്ലാം കൊണ്ടും നല്ല പൂത്തളഞ്ഞൊരു മരം തന്നെയാണ്. ഉഷ്ണമേഖല മഴക്കാടുകളിൽ കാണപ്പെടുന്ന ഈ വൃക്ഷത്തിന് ഇന്ത്യയിൽ തന്നെ പല സ്റ്റേറ്റിലും പല പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. മലയാളത്തിൽ നാഗലിംഗമരം അല്ലെങ്കിൽ കൈലാസപതി, സംസ്കൃതത്തിൽ നാഗപുഷ്പം, തമിഴിൽ നാഗലിംഗം, ഹിന്ദിയിൽ നാഗലിംഗ, തെലുങ്കിൽ കോടിലിംഗാലു, മറാത്തിയിൽ ശിവലിംഗ, ഇങ്ങനെയൊക്കെയാണ് ഇതിനെ അറിയപ്പെടുന്നത്. ഈ വൃക്ഷത്തിൻ്റെ പേരിൽ തന്നെ ഇതിൻ്റെ ഒരു കൾച്ചറൽ സിഗ്നിഫിക്കൻസ് കൂടിയുണ്ട്. ഇത് ശിവക്ഷേത്രങ്ങളിലൊക്കെ വളർത്താറുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. എന്നിരുന്നാലും ഈ മരം ഇന്ത്യ നേറ്റീവ് ആയിട്ടുള്ള ഒരു മരമല്ല എന്നാണ് പറയുന്നത്. ഇത് സെൻട്രൽ ആൻഡ് സൗത്ത് അമേരിക്കയിലെ ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റിലുള്ള മരമായിട്ടാണ് പറയപ്പെടുന്നത്. അതായത് നോർത്തേൺ ബൊളീവിയയും പിന്നെ കോസ്റ്റാറിക്ക തൊട്ട് ബ്രസീൽ വരെയുള്ള ഏരിയയിൽ. പിന്നെ ഒരുപാട് മുന്നേ തന്നെ ഇന്ത്യയിലും ശ്രീലങ്കയിലും സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലും പിന്നെ ആഫ്രിക്കയിലെ തന്നെ പല പാർട്ടിലുമായിട്ട് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് എന്നും പറയപ്പെടുന്നുണ്ട്. വാം ഹ്യൂമിഡ് ലോലാൻഡ് ഏരിയാസിലാണ് ഇത് നന്നായിട്ട് വളരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ കേരളത്തിലും ഇന്ത്യയിലുള്ള പല ഏരിയാസിലും തന്നെ ഇത് നന്നായിട്ട് വളരും. ഇനി ഈ മരത്തിൻ്റെ ഒരു സയന്റിഫിക് ക്ലാസിഫിക്കേഷൻ പറയുകയാണെങ്കിൽ ഇത് ലെസിത്തിഡേസിയ ഫാമിലിയിൽ പെടുന്ന കൗരോപീത്ത ഗ്വനൻസിസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്പീഷീസ് ആണ്. ഇനി ഈ ഒരു മരത്തിൻ്റെ ഒരു പ്ലാന്റ് ഡിസ്ക്രിപ്ഷൻ പറയുകയാണെങ്കിൽ ഒരു 35 മീറ്റർ വരെ ഉയരത്തിൽ വളരുന്ന ഒരു വലിയ മരം തന്നെയാണിത്. ഇലകളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു 8 മുതൽ 31 സെന്റിമീറ്റർ വരെ നീളമുള്ള ഇലകളാണ്. അത് 57 സെന്റിമീറ്റർ വരെ നീളം വെക്കാറുണ്ട് എന്നും പറയപ്പെടുന്നു. അതുമാത്രമല്ല, ഇതിൻ്റെ തടിയിൽ 80 സെന്റിമീറ്റർ വരെ നീളമുള്ള കൊലകളിലാണ് ഇതിൻ്റെ പൂക്കൾ ഉണ്ടാവുന്നത്. ഇതിൻ്റെ തന്നെ ചില മരങ്ങളുടെ കേസ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് പൂക്കൾ അങ്ങോട്ട് ഉണ്ടായിട്ട് ഈ തടി കാണാൻ പറ്റാത്ത രീതിയിൽ പൂക്കളും കൊണ്ട് ഇതുകൊണ്ട് പൊതിഞ്ഞു നിൽക്കും. അത് പൊതുവെ ഒരു അപൂർവ കാഴ്ച തന്നെയാണ്. പിന്നെ ഇപ്പം നിങ്ങൾ ഈ കാണുന്നതും ഏകദേശം അതുപോലെയൊക്കെ തന്നെയാവും കുറച്ച് നാളിനുള്ളിൽ. കാരണം ഇതെല്ലാം തന്നെ മുട്ടിട്ടിട്ടുണ്ട്. ഒറ്റ ദിവസം തന്നെ 1000ഓളം പൂക്കൾ വരെ ഉണ്ടാവുമെന്നാണ് പറയപ്പെടുന്നത്. 6 സെന്റിമീറ്ററോളം വ്യാസമുള്ള 6 ഇതളുകളുള്ള വലിയ പൂക്കളാണ് ഇവയ്ക്കുള്ളത്. ഈ പൂക്കൾ പൊതുവേ നല്ല ഡാർക്ക് കളേർഡാണ്. ഇതളുകളുടെ ചുവടുകളിൽ ഒരു പിങ്കും ചുവപ്പും നിറമുള്ളപ്പോൾ അഗ്രഭാഗം ആകുമ്പോഴേക്കും ഒരു മഞ്ഞ നിറത്തിലാണ് കാണപ്പെടുന്നത്. ഇനി ഈ മരത്തിലുണ്ടാകുന്ന കായ്കളുടെ കാര്യം പറയുകയാണെങ്കിൽ 25 സെന്റിമീറ്റർ വരെ വലിപ്പം വയ്ക്കുന്ന വലിയ പീരങ്കിയുടെ ഉണ്ട പോലെയുള്ള കായ്കളാണ് ഇതിനുള്ളത്. അപ്പോൾ ഈ പഴത്തിൽ, ഈ ഒരു വലിയ പഴത്തിലെ വിത്തുകളുടെ എണ്ണം ഇതിൻ്റെ ഒരു സൈസ് വെച്ചിട്ടാണ്. അപ്പോൾ യൂഷ്വലി ഒരു ചെറിയ പഴത്തിൽ 65 വിത്തുകളുള്ളപ്പോൾ ഒരു വലിയ പഴത്തിൽ 550 വിത്തുകൾ വരെ ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഒരു കായ ഉണ്ടായി മൂക്കാനായിട്ട് ഏകദേശം ഒരു 1.5 വർഷം എടുക്കും. ഇതിൻ്റെ പൂക്കൾക്കാണെങ്കിൽ നല്ല സുഗന്ധമാണ്, പക്ഷെ അധികം തേനൊന്നുമില്ല. പക്ഷെ ഒരുപാട് പൂമ്പൊടി ഉള്ളത് കാരണം തന്നെ കടന്നലുകളും തേനീച്ചകളും ഒക്കെ ഒരുപാട് ഈ വഴി വരുന്നുണ്ട്. ഇത്തരം പ്രാണികൾ വഴിയാണ് ഇതിൻ്റെ പോളിനേഷൻ നടക്കുന്നത് മെയിനായിട്ട്. ഇതിൻ്റെ ഫ്രൂട്ടിൻ്റെ നല്ല ഹാർഡ് ഔട്ടർ കവറിങ്ങും അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിലേക്ക് നല്ല സോഫ്റ്റ് പൾപ്പി ഇൻറ്റീരിയേഴ്സും ആണ്. അതിൻ്റെ ഒരു കളർ എന്ന് പറഞ്ഞാൽ ഒരു ബ്ലൂ ഗ്രേ പൾപ്പായിട്ടാണ് പറയപ്പെടുന്നത്. അത് നമ്മൾ കണ്ടിട്ടില്ല. ഈ പഴം നമ്മൾ മനുഷ്യർ കഴിക്കാൻ ഉപയോഗിക്കുന്നില്ല. കാരണം ഇതിന് വളരെ അൺപ്ലസൻ്റ് ആയിട്ടുള്ളൊരു സ്മെല്ലും ഉണ്ട്, അതുപോലെ തന്നെ വളരെ ടേസ്റ്റ്ലെസ്സും ആണ്, ഒട്ടും രുചിയില്ല എന്നുമാണ് പറയപ്പെടുന്നത്. ഇതിൻ്റെ ഒരു കെമിക്കൽ കോമ്പൗണ്ട്സ് എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ ഇൻഡോൾ എന്ന് പറഞ്ഞൊരു കോമ്പൗണ്ടാണ് ഈ ഒരു അൺപ്ലസൻറ്റ് സ്മെല്ലിൻ്റെ കാരണം എന്നും പറയുന്നുണ്ട്. അത് കൂടാതെ ഫിനോളിക്സ്, ആൽക്കലോയിഡ്സ്, ഫ്ലേവനോയിഡ്സ്, എസെൻഷ്യൽ ഓയിൽസിലൊക്കെ തന്നെ റിച്ച് ആണ് ഈ പറഞ്ഞ ഒരു ഫ്രൂട്ട്. അതുമാത്രമല്ല ട്രൈപ്താൻത്രിൻ, ഐസാറ്റിൻ, ഇൻഡിറൂബിൻ, കൗറോപ്റ്റൈൻ എന്നൊക്കെ പറഞ്ഞ ബയോ ആക്റ്റീവ് കോമ്പൗണ്ട്സും ഇതിൻ്റെ അകത്ത് അടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ കൂടെ കൂടിയിട്ട് ഇതിൻ്റെ മെഡിക്കൽ പൊട്ടൻഷ്യലിലേക്ക് ആഡ് ഓൺ ചെയ്യും. പന്നികൾക്കും കോഴികൾക്കും ഒക്കെ ആയിട്ടുള്ള തീറ്റയായിട്ട് ഈ പഴം കൊടുക്കാറുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഇതുപോലെ നാച്ചുറലായിട്ട് ഉള്ള തീറ്റകളൊക്കെ കൊടുത്ത് വളർത്തുന്ന കോഴികളിടുന്ന മുട്ടകൾക്ക് കൂടുതലും പോഷക ഗുണങ്ങൾ ഉണ്ടാവാനുള്ള ഒരു സാധ്യതകളും ഉണ്ട്. നമ്മളിലേക്ക് ഇൻഡയറക്റ്റ് ആയിട്ട് ഈ പോഷകങ്ങൾ വന്നെത്തുകയും ചെയ്യും. ഇനി ഇതിൻ്റെ ഒരു മെഡിസിനൽ യൂസേജസും ഹെൽത്ത് ബെനിഫിറ്റ്സിലേക്കും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പൂക്കൾ ഈ ചുമയും ജലദോഷവും പിന്നെ ബ്രോങ്കൈറ്റീസൊക്കെ ട്രീറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നു എന്ന് പറയപ്പെടുന്നു. ഇല സ്കിൻ ഇൻഫെക്ഷൻസും അതുപോലെ തന്നെ മുറിവുകളൊക്കെ പെട്ടെന്ന് ഉണക്കാനൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യുമെന്ന് പറയപ്പെടുന്നു. പിന്നെ ഈ ഫ്രൂട്ടിൻ്റെ പൾപ്പ്, ഈ പഴത്തിൻ്റെ പൾപ്പ് ഹൈപ്പർ ടെൻഷനും ട്യൂമേഴ്സും ഇൻഫ്ലമേഷൻസും ഒക്കെ കുറയ്ക്കാനായിട്ട് ഉപയോഗിക്കുമെന്ന് പറയപ്പെടുന്നു.
പിന്നെ ഇതിൻ്റെ മരത്തൊലിയും വേരുമൊക്കെ ആൻറ്റിസെപ്റ്റിക് ആണെന്നും ആൻറ്റി മൈക്രോബിയൽ പ്രോപ്പർട്ടീസ് ഉള്ളതുമാണെന്നും ഒക്കെ തന്നെ പറയപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ഓവറോൾ ഫാർമക്കോളജിക്കൽ ആക്ടിവിറ്റീസ് പറയുകയാണെങ്കിൽ ഇത് ആൻറ്റി ബാക്ടീരിയൽ ആണ്, ആൻറ്റി ഫംഗൽ ആണ്, ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ്, പിന്നെ ആൻറ്റി ഓക്സിഡൻറ്റ് ആൻഡ് വൂണ്ട് ഹീലിംഗ് പ്രോപ്പർട്ടീസ് ഉണ്ട്, ആൻറ്റി ക്യാൻസർ ആൻഡ് ആൻറ്റി ഡയറിയൽ പ്രോപ്പർട്ടീസ് ഉണ്ട്. അതുകൂടാതെ ഇതൊരു ഇമ്മ്യൂണോ മോഡുലേറ്ററിയും ആൻറ്റി പൈററ്റിക്കും ആണ്. നമ്മളിതിൻ്റെ മെഡിസിൻ യൂസേജസും കാര്യങ്ങളൊക്കെ ഓൾറെഡി പറഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു ടോക്സിസിറ്റീനെ കുറിച്ച് പറയാം. അപ്പോൾ ഇതിന് ഒരുപാട് വാലിഡേഷൻസ് ഒന്നും നടന്നിട്ടില്ല എന്നാണ് കേൾക്കുന്നത്. എന്ന് വെച്ചാൽ ക്ലിനിക്കൽ വാലിഡേഷൻസ് ഒന്നും തന്നെ നടന്നിട്ടില്ല. പക്ഷേ എന്നിരുന്നാലും ട്രഡീഷണലി ഇത് സേഫായിട്ടാണ് കൺസിഡർ ചെയ്യപ്പെടുന്നത് ആസ് എ മെഡിസിൻ. പക്ഷേ ഡയറക്റ്റ്ലി ഇതിൻ്റെ ഫ്രൂട്ട് കൺസ്യൂം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ഒരു സെർട്ടൈൻ ലെവൽ വരെ ടോക്സിറ്റി ഉണ്ടെന്നും അത് ഡയറക്റ്റ്ലി കൺസ്യൂം ചെയ്യാൻ പാടില്ല എന്നും പറയുന്നുണ്ട്. നമ്മൾ നേരത്തെ ഈ വീഡിയോയിൽ പറഞ്ഞ മാതിരി തന്നെ ഇൻഡയറക്റ്റ്ലി നമുക്കിത് കൺസ്യൂം ചെയ്യാൻ പറ്റും. കോഴികൾക്ക് തീറ്റയായിട്ട് ഇട്ട് കൊടുത്തിട്ട് കോഴികളുടെ മുട്ട കഴിക്കുക, അങ്ങനെ ഇൻഡയറക്റ്റ്ലി നമുക്കിത് കൺസ്യൂം ചെയ്യാൻ പറ്റും. കൺസ്യൂം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് എന്താണ്, അത് എങ്ങനെയൊക്കെ അഫക്റ്റ് ചെയ്യും എന്നൊന്നും തന്നെ എവിടെയും റെഫറൻസിലില്ല. അതുകൊണ്ട് നമ്മൾ ഇതിനെക്കുറിച്ച് മെൻഷൻ ചെയ്യുന്നില്ല. പക്ഷേ അത് തന്നെ ഒരു സ്റ്റഡി ഐറ്റമാണ്, അതായത് റിസർച്ച് ഐറ്റമാണ് ഫാർമസ്യൂട്ടിക് സ്റ്റുഡൻസിനായിട്ട്. ഈവൻ ട്യൂമേഴ്സ് വരെ സപ്രസ് ചെയ്യാനുള്ള കോമ്പൗണ്ട്സ് ഇതിൻ്റെ ഉള്ളിലുണ്ട് എന്നാണ് പറയുന്നത്. അത് റിസർച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ട്യൂമേഴ്സിന് എതിരെയുള്ള എന്തെങ്കിലും മെഡിസിൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും കണ്ടുപിടിക്കാനായിട്ടുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. ഇതിൻ്റെ ഒരു ഇക്കോളജിക്കൽ സിഗ്നിഫിക്കൻസിലേക്ക് വരികയാണെങ്കിൽ ഇത് സോയിൽ സ്റ്റെബിലൈസ് ചെയ്യും, പോളിനേറ്റേഴ്സിനെ അട്രാക്ട് ചെയ്യും, അതുപോലെയുള്ള കോമൺലി ട്രീസിലുള്ള എല്ലാ സിഗ്നിഫിക്കൻസും തന്നെ ഇതിനുണ്ട്. ഇനി ഇതിൻ്റെ ഒരു കൾച്ചറൽ സിഗ്നിഫിക്കൻസ് പറയുകയാണെങ്കിൽ ഇത് അമ്പലങ്ങളിൽ, ശിവക്ഷേത്രങ്ങളിലൊക്കെ ഒരുപാട് നട്ടു വളർത്തുന്നുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. പിന്നെ ഒരു പൂമരം എന്നുള്ള രീതിയിലും ഒരുപാടടുത്ത് ഇത് നട്ടു വളർത്തുന്നുണ്ട്. പിന്നെ ശ്രീലങ്കയിലുള്ള ഷോറിയ റോബസ്റ്റ എന്ന് പറഞ്ഞ സയൻറ്റിഫിക് നെയിം ഉള്ള സൽ ട്രീയുമായിട്ട് വളരെ ഐഡൻറ്റിക്കലാണ്. ഈ സൽ ട്രീ ഒരു ബുദ്ധിസത്തിൽ ഒരു സീക്രട്ട് ട്രീ ആണ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ട്രീയുടെ ഒരു കൾച്ചറൽ സിഗ്നിഫിക്കൻസ് ആയിട്ട് പറയാനുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഈ ഇൻഫർമേഷൻസും ഈ വീഡിയോയും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.